ലോകധർമ്മ രക്ഷാർത്ഥം ദേവാദികൾ വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ അഷ്ടമി രോഹിണിയും. അവരുടെ വ്രതം ഫലം കണ്ടു. മഹാവിഷ്ണുവിൻ്റെ 9ാം അവതാരമായി ഭഗവാൻ ജന്മം കൊണ്ടു. ലോകത്ത് ധർമ്മം പുലർന്നു. ദേവന്മാർ എപ്രകാരം അവരുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചുവോ അപ്രകാരം തന്നെ അഷ്ടമി രോഹിണിയിൽ വ്രതം അനുഷ്ഠിക്കുന്നവരുടെ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിക്കും എന്നാണ് വിശ്വാസം. അഷ്ടമി രോഹിണിയുടെ തലേന്ന് സൂര്യാസ്തമയം മുതൽ വ്രതം തുടങ്ങണം. ലഘുഭക്ഷണം, പഴവർഗ്ഗങ്ങൾ, പാല് ഇവ മാത്രമാണ് കഴിക്കേണ്ടത്. അരിയാഹാരം പൂർണ്ണമായും ഉപേക്ഷിക്കുക. ഭഗവാന്റെ അവതാര സമയമെന്ന് നാം വിശ്വസിക്കുന്ന അർദ്ധരാത്രി വരെ ശ്രീകൃഷ്ണ കഥാഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തും സങ്കീർത്തനങ്ങൾ ആലപിച്ചും വ്രതമിരിക്കുകയും അതിന്റെ അവസാനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്ത ശേഷം പാരണ വീടുക എന്നതാണ് ഇതിന്റെ ശരിയായ ചടങ്ങ്. അന്നത്തെ ഏറ്റവും മുഖ്യമായ നിവേദ്യ സാധനം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പാൽപായസമാണ്. നെയ്യപ്പമോ ഇളനീരോ നിവേദിക്കുകയും ചെയ്യാറുണ്ട്. ഗുരുവായൂരിൽ അന്ന് വിശേഷാൽ വെണ്ണ നിവേദ്യം പതിവുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ ഭാഗവതം പാരായണം ചെയ്താൽ ജന്മാന്തര പാപങ്ങൾ പോലും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. നാരായണീയം, ശ്രീകൃഷ്ണ കർണാമൃതം മുതലായ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യാം. അഷ്ടമി രോഹിണിയിലെ അനുഷ്ഠാനങ്ങൾ: അഷ്ടമി രോഹിണി ദിവസം സന്താന ഗോപാല മന്ത്രം 41 പ്രാവശ്യം ജപിച്ചാൽ ഇഷ്ടസന്താന പ്രാപ്തി ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. അതുപോലെ ജാതകവശാൽ ആയുസ്സിന് മാന്ദ്യമുള്ളവർ ശ്രീകൃഷ്ണ ജയന്തിക്ക് 41 പ്രാവശ്യം ആയുർ ഗോപാല മന്ത്രം ജപിക്കണം. വിദ്യാഭ്യാസ പുരോഗതിക്കും വിദ്യാവിജയത്തിനും വിദ്യാഗോപാല മന്ത്രം 41 പ്രാവശ്യം ജപിക്കണം.